ടൂ വീലർ റെൻറ്റിനെടുത്തപ്പോൾ അവരെനിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടാണ് തന്നത്. അപ്പോൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് തിരിച്ച് അവരെ ഏൽപ്പിക്കുമ്പോൾ ആ ഫുൾ ടാങ്ക് പെട്രോളായിട്ട് തന്നെ തിരിച്ച് ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഡീൽ. അപ്പോൾ നമുക്ക് ചില സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ വണ്ടി റെൻറ്റിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ കൂടുതലായി പോയി തിരിച്ചു കൊടുക്കുമ്പോൾ കൂടുതലായി പോയി നമുക്ക് കാശ് നഷ്ടം വരുന്നു, അങ്ങനെയുള്ള സംഗതികളൊന്നുമില്ല. ഞാൻ അവരോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തതാണ്, എനിക്ക് വണ്ടി തരുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് തരിക, അപ്പോൾ തിരിച്ച് ഞാൻ ഏൽപ്പിക്കുമ്പോൾ ഫുൾ ടാങ്ക് തന്നെ അടിച്ച് നിങ്ങൾ ഏൽപ്പിക്കുന്നതായിരിക്കും എന്നുള്ളത്. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. ടാക്സി എന്ന് പറയുന്നത് ഇവിടെ വളരെ എക്സ്പെൻസീവാണ്. ഇപ്പോൾ എവിടെ ടാക്സിക്ക് പോകണമെങ്കിലും മിനിമം 5 lakh, ഇവിടുത്തെ 5 lakh rupees എന്ന് പറയുമ്പോൾ നല്ല എമൗണ്ടായി. അത്യാവശ്യം ചെറിയ ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ തന്നെ നല്ല 800-1000 ഇന്ത്യൻ റുപ്പീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ ടാക്സിയിൽ കയറിയിട്ടില്ല, ഞങ്ങൾ ഫുൾ ബൈക്ക് റെൻ്റൽ തന്നെയാണ്. ഒരു ദിവസം 500 രൂപയാണ് ബൈക്കിന് വരുന്നുള്ളൂ. അപ്പോൾ ഇന്നലെയാണ് ഞാൻ ഫ്യൂൽ അടിച്ചത്, അത് പകുതിയോളമായി. ഇവരെനിക്ക് ഫുൾ ടാങ്ക് അടിച്ച് വന്നപ്പോൾ കുറച്ച് ഓട്ടോ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ടാങ്ക് പകുതിയായപ്പോൾ ഞാൻ വീണ്ടും റീഫിൽ ചെയ്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇവിടുത്തെ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ 45 അല്ലെങ്കിൽ 45-50 ഇടയിലേ വരുന്നുള്ളൂ. 2 ടൈപ്പ് പെട്രോളുണ്ട്. നമ്മൾ കൂടിയ ടൈപ്പ് പെട്രോളാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും അതിന് ആ ഒരു റേഞ്ചിലേ വരുന്നുള്ളൂ.